ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി കൊച്ചിയിലേക്ക് ലഹരിയുടെ നായ വെട്ടിത്തുറന്ന് ബംഗളൂരു ലഹരി മാഫിയ. നൈജീരിയൻ യൂസഫാണ് കാണാമറയത്തിരുന്ന് കൊച്ചിയിലെ ലഹരി മാഫിയ നിയന്ത്രിക്കുന്നത്. പതിവ് കച്ചവടക്കാരെയും സംശയമുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണ ഏജൻസികൾ മുന്നോട്ടു പോകുമ്പോഴാണ് കൊച്ചിയിലേക്ക് ലഹരി ഒഴുക്കുന്നത്. യൂസഫിന്റെയും കൊച്ചി ബംഗളൂരു ലഹരിയുടെ നായയുടെയും വഴികൾ തേടി 24 സംഘം നടത്തിയ അന്വേഷണത്തിലേക്ക്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലേക്ക് രാസലഹരിയുടെ ഒഴുക്ക് വൻതോതിലാണ്. പുതുവർഷ ക്രിസ്മസ് രാവ് അടുത്തിരിക്കെ കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന ബാംഗ്ലൂരിലൂടെ അന്വേഷണം ആരംഭിക്കുകയാണ് 24 സംഘം. നൈജീരിയക്കാരൻ യൂസഫ്, ബംഗളൂരുവിലെ പാബ്ലോ എസ്കോബാർ, പ്രധാനപ്പെട്ട പെഡ്ലർ. യൂസഫ് അറിയാതെ ഒരു ലഹരി ഡീലും ബംഗളൂരുവിൽ നടക്കാറില്ല. ഞങ്ങളും അയാളെ ബന്ധപ്പെട്ടു. ഏറെ പണിപ്പെട്ടാണ് യൂസഫിന്റെ നമ്പർ സംഘടിപ്പിച്ചത്. വാട്സാപ്പ് വഴി ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും പൈസയുടെ കാര്യം പറഞ്ഞതോടെ പരിചയത്തിലായി. ഞങ്ങളുടെ നമ്പറും യൂസഫ് സേവ് ചെയ്തു. അതുവഴിയാണ് അയാളുടെ വാട്സാപ്പ് സ്റ്റേറ്റസ് കണ്ടത്. ഞെട്ടിക്കുന്ന ലഹരി കച്ചവടം. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന MDMA കവറുകളാണ് വാട്സാപ്പ് സ്റ്റേറ്റസിൽ കണ്ടത്. അതിൽ നിന്ന് തന്നെ അയാളുടെ ധൈര്യം വ്യക്തം. ആദ്യം ഞങ്ങൾ 1 ഗ്രാം MDMA വേണമെന്ന് ആവശ്യപ്പെട്ടു. അത്രയും മതിയോ എന്ന് മറുചോദ്യം. അടുത്തയാഴ്ച പാർട്ടിക്കായി 500 ഗ്രാം വാങ്ങാമെന്നും നിലവിൽ 1 ഗ്രാം മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇനിയാണ് ഓപ്പറേഷൻ. വസനവാടിക്കടുത്ത് ഞങ്ങളുണ്ടെന്ന് മെസ്സേജ് അയച്ചു. അരമണിക്കൂറിനുള്ളിൽ സ്റ്റഫ് എത്തിക്കാമെന്ന് യൂസഫ്. നേരിട്ട് കൊണ്ടുവരുമെന്ന് കരുതിയെങ്കിലും ഓപ്പറേഷൻ വേറെയായിരുന്നു. വഴിയരികിൽ MDMA കവർ ഉപേക്ഷിച്ച സ്ഥലത്തിന്റെ ഫോട്ടോയും ലൊക്കേഷനും യൂസഫ് അയച്ചു തന്നു. അങ്ങനെ യൂസഫ് അയച്ചു തന്ന ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ലൊക്കേഷനൊപ്പം തന്നെ അയച്ചു തന്ന ഫോട്ടോയുള്ള സ്ഥലത്ത് ഈ ലഹരി മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് യൂസഫ് പറഞ്ഞത്. ഇതാണ് യൂസഫ് അയച്ചതെന്ന ലൊക്കേഷൻ. ബംഗളൂരു നഗരത്തിലെ ബനസ്വാടിക്ക് സമീപമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ MDMA സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് യൂസഫ് തന്നെ പറഞ്ഞത്. അതിന് കൃത്യമായ ഒരു സ്പോട്ട് കൂടി ഉണ്ട്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി ആ സ്പോട്ട് കൂടി നമുക്ക് കണ്ടെത്തണം. അതീവ ദുഷ്കരവും അപകടകരവുമായ സ്ഥലത്തു നിന്നാണ് ലഹരിമരുന്ന് ശേഖരിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. നിരീക്ഷണത്തിന് ചുറ്റിലും ലഹരിമരുന്ന് മാഫിയയുടെ സംഘാംഗങ്ങളും ഉണ്ടായിരുന്നു. MDMA ശേഖരിച്ച് നിമിഷങ്ങൾക്കകം തന്നെ സ്ഥലം കാലിയാക്കണമെന്ന് പെഡ്ലറുടെ സന്ദേശവും ലഭിച്ചിരുന്നു. പരീക്ഷണാർത്ഥം വാങ്ങിയ MDMA പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നശിപ്പിച്ചു. മാത്രമല്ല, ലഹരിമരുന്ന് സംഘങ്ങളെപ്പറ്റിയും സംഘത്തലവൻ യൂസഫിനെ പറ്റിയും കർണാടക പോലീസിനും വിവരങ്ങൾ കൈമാറി. യൂസഫിന്റെ കാര്യം പറഞ്ഞെങ്കിലും അയാളിലേക്ക് എത്തുക ദുഷ്കരം എന്ന മറുപടിയാണ് ലഭിച്ചത്. പലതവണ ശ്രമിച്ചിട്ടും പിടികൂടാൻ കഴിയാത്ത ബംഗളൂരു പാബ്ലോയാണ് യൂസഫ്. ഒരു വാട്സാപ്പും സ്മാർട്ട് ഫോണും ഒരൽപ്പം പണവുമുണ്ടെങ്കിൽ MDMA പോലുള്ള രാസവസ്തുക്കൾ
എത്ര അളവിൽ വേണമെങ്കിലും ബംഗളൂരുവിൽ സുലഭമായി ലഭിക്കും. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ യൂസഫിനെ പോലുള്ള പെഡ്ലർമാരുടെ വലയിൽപ്പെടുന്നു എന്നാണ് ബംഗളൂരു പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ 24 നാളെ പുറത്തുവിടും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, 24 ബംഗളൂരു.